ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. പോർച്ചുഗീസ് സൂപ്പർ താരമായ ബെർണാഡോ സിൽവയെ കൊണ്ടുവരാൻ റയലിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ബാഴ്സയും അത്ലറ്റിക്കോയും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ പിന്നീട് റയൽ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇനിയും മധ്യനിരയിലേക്ക് താരങ്ങളെ കൊണ്ടുവരാനാണ് റയലിൻ്റെ പദ്ധതി. പക്ഷേ റോഡ്രി വരില്ല. ഈ സമ്മറിൽ റോഡ്രി റയലിലേക്ക് എത്തില്ല എന്ന കാര്യം ഫാബ്രിസിയോ റൊമാനോ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റു പല ഓപ്ഷനുകളും റയൽ പരിഗണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മൊറീഞ്ഞോയുടെ ഒരു ആഗ്രഹം വീട്ടീഞ്ഞ അതല്ലെങ്കിൽ ജാവോ നെവസ് ഇവരെ സൈൻ ചെയ്യാനായിരുന്നു. പക്ഷെ അവരെ ലഭിക്കില്ല എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ്, മാത്യൂസ് ഫെർണാണ്ടസ്, ഈ രണ്ട് താരങ്ങളെയും ഇപ്പോൾ റയൽ മോണിറ്റർ ചെയ്യുന്നു. ഇതിൽ മാത്യൂസ് ഫെർണാണ്ടസിനെ കൊണ്ടുവരാൻ വേണ്ടി റയൽ നല്ല രൂപത്തിൽ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോർച്ചുഗീസ് താരമാണ് മാത്യൂസ് ഫെർണാണ്ടസ്. സെൻട്രൽ മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് കളിക്കുന്ന താരമാണ്. വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ താരമാണ്. ഇദ്ദേഹത്തിൽ മൊറീഞ്ഞോക്ക് താല്പര്യമുണ്ട്. പക്ഷേ മാത്യൂസിനെ ലഭിക്കുമോ എന്ന കാര്യത്തിലാണ് സംശയം. കാരണം അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഒരുപാട് കാലമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ഏതായാലും മധ്യനിരയിലേക്ക് മാത്യൂസ് ഫെർണാണ്ടസിനെ കൊണ്ടുവരാനാണ് റയൽ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടാതെ എൻസോ ഫെർണാണ്ടസിനെ കൂടി റയൽ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.